ഹലോ ഫ്രണ്ട്സ്, മൗണ്ടൻ ട്രാവലിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോവാണ്. നമ്മളിപ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് നേരെ പാരിപ്പള്ളിക്കാണ് പോകുന്നത്. പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലായിട്ടാണ് നമ്മൾ പോണത്. നമ്മുടെ ബാഗുണ്ട്, അതുപോലെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി. നമ്മുടെ പങ്കാളിയോട് ഇരിപ്പുണ്ട് സൈക്കിള്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊല്ലത്തേട്ട് പോകാൻ. നമ്മൾ ഇന്നലെ താമസിച്ചത് ഈ പമ്പിലാണ്, HP-യുടെ ഈ പമ്പിലാണ് നമ്മൾ താമസിച്ചത്. കൊല്ലം റൂട്ടാണ്. നമ്മൾ കൊല്ലത്തിന് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പാരിപ്പള്ളി കയറണം. പാരിപ്പള്ളി പോയിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. പിന്നെ അതിന് മുന്നേ നമുക്ക് കഴിക്കണം. അങ്ങനെ വലിയൊരു കയറ്റം ചവിട്ടി കയറ്റി നമ്മളിപ്പോൾ നമ്മുടെ സൈക്കിൾ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. കല്ലിനിറങ്ങി പറിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഈ ബാക്കി കേൾക്കണത്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളത് പാരിപ്പള്ളിക്ക്. അത് കഴിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, അവരോട് നമ്മൾ വന്ന കാര്യം പറയുക. ഇവിടെ അടുത്ത ലക്ഷ്യം ഇനി പമ്പാണ്, ഒരു പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പിൽ കയറണം, കുറച്ച് വെള്ളം എടുക്കണം. ഇപ്പോൾ വെള്ളം കുടിച്ചു, നാരങ്ങ വെള്ളം കുടിച്ചു, എങ്കിലും വെള്ളം എടുക്കണം കുടിക്കാനുള്ള. കുറേ വേസ്റ്റ് കുട്ടികളുണ്ട്. ഇത് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ളതല്ല കേട്ടോ. കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. നേരെ പോവുക. അപ്പോൾ വീണ്ടും സൈക്കിളിട്ട് തുടങ്ങുകയാണ്. ശിവക്ഷേത്രമാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്, ശിവനും പാർവതിയുടെ. ശിവപാർവതി വലിയൊരു കയറ്റത്തിന് ശേഷം നമുക്ക് ഒരു ഇറക്കം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചവിട്ടാതെ സുഖമായി ഇങ്ങനെ ഇരുന്ന് പോവാം. അത് കഴിയുമ്പോൾ ചെറിയൊരു കയറ്റം ഉണ്ട് അങ്ങ് ദൂരെ, അത് നമ്മൾ തള്ളിക്കയറ്റും. കാര്യം നമ്മുടെ എനർജി നമ്മൾ നഷ്ടപ്പെടുത്തരുതല്ലോ. അങ്ങനെ വന്ന് സമയം 10 മണിയായി. നമ്മൾ ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാം. നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ദോശയാണ് പറഞ്ഞേക്കണേ. ദോശയും സാമ്പാറും പിന്നെ ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ തന്നെ വരും. അങ്ങനെ നമ്മുടെ ഓംപ്ലേറ്റ് വന്നു. ഇന്നേക്കൊരു പൊടി, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി നമുക്ക് ഓംപ്ലേറ്റും ദോശയും കഴിക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ പോകുന്ന വഴിക്ക് ഇടത് സൈഡിൽ അടക്കി വെച്ചേക്കുന്നില്ലേ, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സെൻറ്ററിൽ തിരിച്ചു വെച്ചുള്ളൂ ഭിത്തി പോലെ. അതേപോലെ തിരിക്കാനുള്ള സാധനമാണ് ഈ വെച്ചേക്കുന്നത് മൊത്തം. ഇതിൽ കൂടെ പോകുമ്പോൾ നോക്കി പോകണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിക്ക് ചില സ്ഥലത്ത് റോഡിന് വീതി കുറയും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വീതി കുറഞ്ഞ പോലെ വീതി കുറയും. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഏതെങ്കിലും വണ്ടിയൊക്കെ വരണോ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ വലിയ വണ്ടിയൊക്കെ വരണമെങ്കിൽ ഭയങ്കര പാടാണ്, നമുക്ക് ഒതുക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് കിട്ടും. അവർ ബാക്കിൽ വന്നിട്ട് ഈ ഓണടിക്കൽ തുടങ്ങും. അങ്ങനെ നമ്മൾ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് എത്തിയേക്കുന്നത്. ഇവിടുത്തെ സാറ് നിസാർ എന്നാണ് സാറിൻ്റെ പേര്. ആ സാറാണ് നമുക്ക് പൊന്നാട അണിയിക്കുന്നതും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കയറി. അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്വീകരണം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അപ്പോൾ നമ്മളിപ്പോൾ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കയറി. ഇനി നേരെ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നത്. ഇത് ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോകുന്ന ഓരോ റൂട്ടിലും എന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ്, അവരെ അറിയിക്കാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലാണ് ശരിക്കും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനിൽ പോവുക, അതുപോലെ എല്ലാ കുട്ടികളെയും കാണുക. ഇനി ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അവിടെ ചെല്ലും, അവിടെ സാറിനോട് നമ്മൾ പോണ കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് പോകും. സ്വദേശിയായ വിഷ്ണു തങ്കപ്പൻ തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സൈക്കിൾ യാത്ര നടത്തുകയാണ്. ഈ മഹത്തായ ഈ യാത്രയുടെ ലക്ഷ്യം ഭിന്നശേഷിക്കാരായ കുട്ടികളെ സഹായിക്കുവാനുള്ള നല്ല മനസ്സിൻ്റെ ഉടമായ അദ്ദേഹം ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ യാത്ര നടത്തുന്നത്. ഇത് കഴിഞ്ഞ 25-ാം തീയതി തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സമാന മനസ്കരായ അല്ലെങ്കിൽ ഈ പരിപാടികളുടെ ആഭിമുഖ്യമുള്ള എല്ലാവരും കണ്ട് റേസ് ചെയ്ത് കുട്ടികളെ സഹായിക്കുന്നതാണ് ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ഈ ലക്ഷ്യത്തെ ഞങ്ങൾ സ്വീകരണം നൽകിയിട്ടുണ്ട്.
പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിശേഷമുള്ള എല്ലാവിധ സഹായങ്ങളും അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നു. ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ആനന്ദ തീരത്തേട്ടാണ്. നമ്മുടെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ചെന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ ഒരു ഇടത്തേട്ട് വഴിയുണ്ട്, ആ വഴി പോയി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെല്ലാം, അവരെ കാണാം. ഇപ്പോൾ നമ്മൾ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ കയറി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കുട്ടികളെ കാണാൻ വേണ്ടി ആനന്ദ തീരം, അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. ഇപ്പോൾ നമ്മൾ തിരുമുക്കുന്നാണ് വന്നത്. തിരുമുക്കുന്ന് നേരെ പാലമൂട് എന്ന സ്ഥലത്താണ് ഈ ആനന്ദ തീരം ഉള്ളത്. നമ്മളതിൻ്റെ ബോർഡ് കാണുന്നുണ്ട്, ആണ് ആനന്ദ തീരം കാണുന്നത്. നമ്മളിങ്ങനെ എത്തി ഇവിടെ, അവിടെ പോയിട്ട് നമ്മുടെ കുട്ടികളെ കാണാം. ഇല്ല, കുട്ടികളെ കാണുക, സംസാരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മുടെ സൈക്കിളിലൂടെ ഉണ്ട്, നേരെ ഇറങ്ങിച്ചല്ല. ഇവിടെ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആനന്ദ തീരത്ത് കയറി വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണിത്. അജിത മേഡാണ് ഇവിടുത്തെ ആൾ ഇപ്പോൾ നോക്കുന്നതൊക്കെ. ഇത് ആ മേഡത്തിന് കിട്ടിയേക്കുന്ന കുറച്ച് അംഗീകാരങ്ങളൊക്കെയാണ് ആനന്ദ തീരത്തിൻ്റെതായിട്ടുള്ളത്. ഇതേപോലെ തന്നെ കുറച്ച് അപ്പർ സൈഡിലും കുറച്ച് എന്താ പറയുക മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ സ്ഥാപനത്തിന് ആ മേഡത്തിനായിട്ട് കിട്ടിയേക്കുന്ന കുറച്ച് അംഗീകാരമാണ്. ഇതൊക്കെ കുറച്ച് മൊമെൻറ്റോ കാര്യങ്ങളൊക്കെയാണിത്. ഇതാണ് അവിടുത്തെ ഓഫീസ്. നമസ്കാരം, എൻ്റെ പേര് അജിത. ഞാൻ ആനന്ദ തീരം റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള വൈകല്യങ്ങളുള്ളവരാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമുക്ക് ഇൻമേറ്റ് 62 പേരാണ്. അത് ഉള്ളവർ 6 വയസ്സ് മുതൽ 62 വയസ്സ് വരെ ഉള്ളവരുണ്ട്. ലേഡീസും ജെൻസും പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 2014 ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ 11ാമത്തെ വർഷമാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അന്ന് 7 കുട്ടികളുമായിട്ട് തുടങ്ങിയ സ്ഥാപനം ഇപ്പം നമുക്ക് 62 പേരാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാഫുകൾ അവരുടെ ദൈനംദിന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തവരാണ് എൻ്റെ മക്കൾ മിക്കവരും. അപ്പോൾ അവർക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, ലേണിംഗ് ഡിസബിലിറ്റി, മെൻ്റൽ റിട്ടാർഡേഷൻ, ഡൗൺ സിൻഡ്രോം, ADHD, അങ്ങനെ പല ഇതിലുള്ള വൈകല്യങ്ങളുള്ളവരാണ് എൻ്റെ മക്കളിവിടെ ഉള്ളത്. നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വസ്തുവോ കെട്ടിടമോ അങ്ങനെയൊന്നും ആയിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. നമുക്കുള്ള ഏറ്റവും വലിയ പരാധീന കുറവെന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. പിന്നെ മക്കളെന്ന് വെച്ചാൽ പല സ്വഭാവത്തിലുള്ളവരാണ്. അവരെ കൂടെ നമ്മൾ എത്തിച്ചേർന്ന് ഇതായി കഴിഞ്ഞാൽ വെച്ചാൽ അവരുടെ ദേഷ്യം പറ്റില്ല. നല്ല രീതിയിൽ സ്നേഹത്തോടെ ആണെങ്കിൽ ക്ഷമയോടും കൂടി നോക്കിയാൽ എൻ്റെ കുട്ടികൾ നല്ല രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്നെ ഭയങ്കര കാര്യമാണ്. എനിക്കും എൻ്റെ ജീവനാണ്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇത്രയെങ്കിലും ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് 24-25 വർഷമായി. ആദ്യം കിട്ടുന്ന ജോലി ഇങ്ങനെയുള്ള കുട്ടികളുടെ സ്കൂളിലായിരുന്നു. പിന്നെയാണ് സ്വന്തമായിട്ട് തുടങ്ങിയത്. അപ്പം എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ്. തുടങ്ങിയത് ഇവിടെ ചാത്തന്നൂരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു എൻ്റെ സ്ഥാപനത്തിൽ വന്നതും എൻ്റെ കുട്ടികളെ കാണാൻ ഇതാക്കിയതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമായിരുന്നു. നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ഒച്ചയ്ക്ക് സംസാരിക്കാനോ കുറേ നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനോ ഒന്നും പറ്റില്ല. അതിന് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അവർ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ അവർക്കിനി ക്ലാസ് ഉണ്ട്. അതുപോലെ അവർക്ക് ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അതേപോലെ അവർക്ക് TV കാണാം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അവർക്ക്. TV വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാനവിടെ ചെന്ന് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും തോന്നി ആ മേഡത്തിന് നമ്മളൊരു പൊന്നാട അണിയിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ മേഡത്തിന് പൊന്നാട അണിയിക്കണത്. ശരിക്കും വലിയൊരു കാര്യമാണ് ആ മേഡം ചെയ്യണത്. വലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വലിയൊരു കാര്യം. അങ്ങനെ നമ്മൾ ആനന്ദ തീരത്ത് പോയി നമ്മുടെ കുട്ടികളെ കണ്ടു. ഭയങ്കര സന്തോഷമാണ് അവർക്കൊക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കൊട്ടിയത്തെത്തി. കൊട്ടിയം പോലീസ് സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഉള്ളിലോട്ട് കയറിയിട്ടാണ് ടൗണിൽ നിന്നൊക്കെ. ഇവിടുന്നൊരു 500 മീറ്ററേ ഉള്ളൂ അങ്ങോട്ടേക്ക്. നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കൂടുതൽ കയറിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഓരോ പോലീസ് സ്റ്റേഷൻ്റെ ഇടയിൽ വെച്ചിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേഷൻ്റെ പരിധിയിലാണുള്ളത് ആ സ്റ്റേഷനിലെ സാറുമാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ പ്രശ്നം സെറ്റാക്കി തരും. അങ്ങനെ
കുട്ടിയം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നമ്മളെത്തി. ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ സോമരാജൻ സാറിനെ തിരുവനന്തപുരത്ത് നിന്ന് ഓൾ ഇന്ത്യ ബേസിൽ ഈ സൈക്കിൾ റാലി സൈക്കിൾ യാത്ര നടത്തുന്ന എല്ലാവിധ പാവങ്ങളും നേരുന്നു. നമ്മുടെ ഡിസേബിളായിട്ടുള്ള കുട്ടികളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അതിൻ്റെ പ്രചരണാർത്ഥം നടത്തുന്ന ഈ യാത്രയ്ക്ക് എല്ലാവിധ പാവങ്ങളും നന്മകളും നേരുന്നു. അങ്ങനെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വന്നത് കൊല്ലത്താണ്. കൊല്ലത്തുള്ളൊരു ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികളാണ് ഈ കാണുന്നത്. ഇത് വിഷ്ണു തങ്കപ്പൻ, എറണാകുളം കോതമംഗലം സ്വദേശിയാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഇന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ ലഹരിക്കെതിരെയും ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങളെപ്പോലുള്ള കുട്ടികളെയൊക്കെ കണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 26 വയസ്സുള്ള വിഷ്ണു തങ്കപ്പൻ നിങ്ങളെപ്പോലെ ഒരു കുടുംബത്തിലൊരു അംഗമാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു യാത്രയിലൂടെ ഒരു ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഒരു പ്രായം എന്ന് പറയുന്നത് ഇപ്പം ഒരു നമ്മുടെ സമൂഹം അറിയാമല്ലോ, പലതരത്തിലുള്ള മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എതിരെ പലതരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾക്കെതിരെയൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിൽ പോകുമ്പം അതിനൊരു ബോധവൽക്കരണമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുവഴി പോകുമ്പം ഇതുവീനുള്ള കുട്ടികളെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ബോധവൽക്കരിച്ച് പോവുകയാണ്. അപ്പോൾ എൻ്റെ പേര് ഷിബു റാവുത്തർ എന്നാണ്, എന്നെ അറിയാൻ പറ്റുന്നത്. ഞാനിവിടെ മുമ്പ് ഞാൻ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ യാത്രയ്ക്ക് ഒരു ഇദ്ദേഹത്തിനൊരു സഹായിയായിട്ട് ഞാൻ തിരുവനന്തപുരം മുതൽ എല്ലാം കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു സഹായം ചെയ്ത് വരുന്നു. അപ്പം കൊല്ലം നമ്മുടെ സ്ഥലമായതുകൊണ്ടാണ് ഇപ്പം ഇദ്ദേഹത്തിനോടൊപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും യാത്രയിൽ 2 വർഷമാണ് ഈ ഒരു യാത്ര ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. 24-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് അവിടുത്തെ അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണറായിട്ടുള്ള സുരേഷ് കുമാർ സാറാണ് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. അവിടെ തന്നെ പല ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആറ്റിങ്ങലിൽ, തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങൽ, കൊട്ടിയം, ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല ബോധവൽക്കരണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും 2 വാക്ക് പറയുന്നതിനായിട്ടുള്ള വിഷ്ണു തങ്കപ്പൻ കൂടുതലായിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുക, എല്ലാവരും കാര്യങ്ങൾ പറയുന്നതിനാണ് പോകുന്നത്. അതുപോലെ ഒരു 1 rupee ഡൊണേഷൻ എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിനകത്ത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആരും ചോദിച്ചു മേടിക്കുന്നില്ല. നമുക്ക് നമ്മളെ കണ്ട് സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ഡൊണേറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത് ഡൊണേറ്റ് ചെയ്യാം. അത് നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ അവരെ കോൺടാക്ട് നമ്പർ, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വെച്ചിട്ട് വരുന്നത്. നമ്മളത് കുറച്ചൊരു എമൗണ്ട് ആയി കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. ഇത് 2 വർഷം കഴിയുമ്പോൾ എന്തായാലും ഞാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ സെയിം എങ്ങനെ പോകുന്നോ അതേ സെയിം റൂട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. 2 വർഷം കഴിയുമ്പോൾ എല്ലാവരും ഒന്നുകൂടെയും കാണാം. എൻ്റെ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് എല്ലാവരും നല്ലോണം നടത്തിയും. എൻ്റെ ഈ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ടകരയാണ്. നീണ്ടകര പരിമണം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ്. ഇവിടെ ഉത്സവമാണ്. ഞാൻ ഈ അമ്പലത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. ഇവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ വന്നപ്പോഴാണ് ഈ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കാര്യം കണ്ടത്. അപ്പോൾ സൈക്കിൾ നമ്മൾ അപ്പുറം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ജസ്റ്റ് അമ്പലത്തിലെ പ്രോഗ്രാമും കാര്യങ്ങളും കണ്ട് ഇവിടെ ഒരു ഫുഡുണ്ട്. ഇവിടെ ഭക്ഷണം കഴിച്ച് നമ്മളിന്ന് ഇവിടെ കൂടും. എന്നിട്ട് നാളെയാണ് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.